ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് എന്റെ ഫ്ലോ പോയി. അമ്മ ചിരിച്ചു നിൽക്കട്ടെ. അമ്മ എന്തൊരു വിഷമം നിൽക്കണ പോലെ. കഴിഞ്ഞ പറയട്ടെ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്നുണ്ടാക്കാവുന്ന കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു ഐറ്റം അല്ല. പാകിസ്ഥാനിലെ ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അല്ല, ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ. ഉസ്തിയും ഗുസ്തി ഒന്നല്ല, ഉസ്ബെക്കിസ്ഥാൻ. ബാക്കി ഒരു ഐറ്റം മാത്രം നമുക്ക് അത് ഇവിടെ കിട്ടണില്ല. എന്നിട്ട് ഞാനത് ദുബായിൽ നിന്ന് ഇറക്കിയിരിക്കുകയാണ് ഐറ്റം. ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പിന്നെന്താ അതിലെന്താണ് ഉരുളക്കിഴങ്ങ്? ഉരുളക്കിഴങ്ങ് ഇപ്പൊ ദുബായിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇവിടെ കിട്ടില്ലേ? ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഉണ്ടാ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് കേട്ടോ. കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു ഐറ്റം അല്ല നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിന്ന് ഒരു പുറത്തൊരു ഐറ്റം ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ വെറൈറ്റി എന്തായാലും ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഈ ഒരു ഐറ്റത്തിൽ എത്തിയിട്ടാ. ഈ ഐറ്റം എവിടുത്തെന്ന് വെച്ചാൽ ഉസ്ബെക്കിസ്ഥാനി ഐറ്റമാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഞാൻ എത്തിയെന്ന് പറയാം. അതെൻ്റെ ഒരു കൂട്ടുകാരൻ കസാക്കിസ്ഥാനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കസാക്കിസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരനോട് ഉസ്ബെക്കിസ്ഥാനി ഒരു പയ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസാക്കിസ്ഥാനിലെ കൂട്ടുകാരന് വേണ്ടി ഉസ്ബെക്കിസ്ഥാനി കൂട്ടുകാരൻ ഉസ്ബെക്കിസ്ഥാനി സ്പെഷ്യൽ ഐറ്റം കസാക്കിസ്ഥാനി കൂട്ടുകാരന് വേണ്ടി ഉണ്ടാക്കുകയും കസാക്കിസ്ഥാനിലെ കൂട്ടുകാരെ ഉസ്ബെക്കിസ്ഥാനി ഐറ്റം കഴിച്ച് അതെങ്ങനെയാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറയും. അങ്ങനെയാണ് ഞാൻ ഈ ഡിഷിലേക്ക് എത്തിയേട്ടാ. ഞാനൊരു 2-3 ആഴ്ചയായി അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കേരളത്തിലെ പല സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് പ്രമുഖ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവും. ഐറ്റം കിട്ടിയിട്ടില്ല. ഈ ഒരു ഐറ്റത്തിന് മാത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഇത് സോർ ക്രീമാണ്. ഈ സാധനം ഞാൻ ദുബായിൽ നിന്നാണ് ഒരു കൂട്ടുകാരുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ജിത്തു എന്നാണ് എൻ്റെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരാണ് എനിക്കിത് കൊണ്ടു തന്നത്. വളരെ താങ്ക്സ് ഉണ്ട്. കാരണം വെച്ചാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഐറ്റം കിട്ടാനില്ല. അപ്പം നിങ്ങൾ എവിടെയാണ് ഇങ്ങനെയുള്ള ഐറ്റം അവൈലബിൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ 2-3 ആഴ്ചയിലെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ ഐറ്റംസ് ഒക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനി ഒരു സ്പെഷ്യൽ ഡിന്നർ ഐറ്റമാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വരൂ രാജാവേ. ഉസ്ബെക്കിസ്ഥാനി ചെയ്തോ? ഉസ്ബെക്കിസ്ഥാനി അല്ല, ഉസ്ബെക്കിസ്ഥാനി. ഉസ്ബെക്കിസ്ഥാനി. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? നമ്മൾ ഇന്ത്യ വിട്ട് ഉസ്ബെക്കിസ്ഥാനിക്ക് പോയിക്കാണ് കേട്ടാ. അപ്പൊ എന്തൊക്കെ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വെക്കും. മുതലേ ബാക്ക് കാണാനില്ലല്ലോ ആൾക്കാർ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടുത്താട്ടാ. അപ്പൊ നമുക്ക് പോകല്ലേ മാ? സെറ്റ് അല്ലേ? ശരി. ഉസ്ബെക്കിസ്ഥാനി ആണെങ്കിൽ ഉസ്ബെക്കിസ്ഥാനി ചെയ്തോ? ചെയ്യാം. ഓക്കെ. അപ്പൊ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്തരാം കേട്ടോ, ഏതൊക്കെ വേണമെന്ന്. ഇതിലേക്ക് വേണ്ട 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കണം. റൗണ്ടിൽ നൈസ് ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇനി വേണ്ടത് 4 തക്കാളിയാണ്. മീഡിയം വലിപ്പമുള്ളതാണ്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മന്തായി അരി കഴിഞ്ഞാ? അരിഞ്ഞു. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേകാൻ വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഫ്രൈ മതി കേട്ടോ, ഒരുപാട് കരിക്കരുത്. ഒരു വേവ് തട്ടുന്ന വരെ ഒരു 3 to 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് പാനിൽ വേവിച്ചെടുക്കാം. ഓക്കെ.
നമ്മൾ പാൻ ചൂടയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 3 to 7 മിനിറ്റ് കേട്ടോ, ആ രീതിയിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ടാ ആവശ്യത്തിനുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പൈസി ഒന്നും വേണ്ട കേട്ടോ, ഒരു മീഡിയം ടൈപ്പാണ് ഇതിലേക്ക് ആവശ്യം കേട്ടോ. ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് തക്കാളിയും മുട്ടയും സ്പ്രിംഗ് ഓണിയനും കൂടി മിക്സ് ആക്കണം. ഞാൻ പറയാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മളൊരു 3 to 7 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കുക മീൻസ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി അതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം അത് പൊട്ടിക്കല്ലേ? ഓക്കെ. അപ്പം നമുക്ക് നീ കലക്കിക്കോട്ടെ, വേണമെങ്കിൽ ഞാൻ കലക്കാം, നീ പൊട്ടിക്കാം. ഓ, ആരായാലും പഠിച്ചാൽ മതി. അപ്പം നമുക്ക് ഈ പരിപാടിക്ക് നോക്കാം. അപ്പം നമ്മൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് കലക്കാം. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 4 കുഞ്ഞ് തക്കാളികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓ, ഇതാണ് നമ്മുടെ സോർ ക്രീം മുതൽ പിന്നെ ഒരുപാട് ടൈം എടുപ്പിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇത് 200 ഗ്രാം സോർ ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സോർ ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടാ, ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വീണ്ടും നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ കത്തിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന് ഇനി നമുക്കൊന്ന് 15 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അത് പൊന്തി വന്നൂട്ടാ. മണമൊക്കെ ഉണ്ട് കേട്ടാ, അടിപൊളി മണം. നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഐറ്റം ഒക്കെ ട്രൈ ചെയ്യണത്. ഇത് സാധനം നമ്മള് എന്താ പറയുക, പിസ്സയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പൊന്തി വരുന്ന ടൈപ്പില്ലേ, അതേപോലെ കേട്ടോ. ആ ക്രീം ഒഴിച്ച കാരണം ഇത് അങ്ങനെ പൊന്തി വന്നിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഒരു വൈബുമാണ് കേട്ടോ അത്. ഉസ്ബെക്കിസ്ഥാനി.
ഉസ്ബെക്കിസ്ഥാനി. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഇപ്പുറത്തെ സൈഡും വേണമല്ലോ. മൂത്തായിട്ടുണ്ട് കേട്ടോ. പൊങ്ങിയില്ലേ? സൂപ്പർ ഒന്നാവട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മളുടെ മുതലിട്ടാ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട് സാധനം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇനി മല്ലിയിലയും കൂടി ഉപയോഗിക്കുന്നവർക്ക് അത് കൊടുക്കാം കേട്ടോ. ഞാൻ മല്ലിയില കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചീസ് മാത്രം ഇട്ടത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനി ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഇങ്ങനെ കിട്ടുമെന്ന് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഐറ്റം ട്രൈ ചെയ്യണില്ലമ്മ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കറക്റ്റായിട്ട് വരുമോ എന്നൊക്കെ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതേ രീതിയിൽ തന്നെ സാധനം ചെയ്തു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആദ്യം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ പോലമ്മ? കട്ടി. ഇപ്പോഴേ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പീസ്. കണ്ടാ നല്ല ചൂടുണ്ട് കേട്ടോ. എൻ്റെ കൈയും ചൂടുണ്ട്. അയ്യോ, അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ? അമ്മ കഴിക്കുമോ? കഴിച്ചു നോക്ക്. അമ്മയ്ക്ക് ചീസ് വലിയ പിടിയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാലേ അമ്മ കഴിച്ച് നോക്കട്ടെ കേട്ടോ. അല്ലേ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടുമല്ലേ? അത് ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇത് അവരുടെ എല്ലാ കുരുമുളകിൻ്റെയും ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ? ഉപ്പൊക്കെ കറക്റ്റാ. ഇത് ഉസ്ബെക്കിസ്ഥാനിലെ ലഞ്ച് ഐറ്റംസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല എരിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത് നമ്മൾ ഇട്ടത് കണ്ടില്ലേ? കുരുമുളക്, ഉപ്പ്, അങ്ങനെയുള്ള കുറച്ച് മുളക് പൊടി ഇതൊക്കെയാണ് നമ്മൾ ഇട്ടത്. പക്ഷെ കുട്ടികൾക്കൊക്കെ നന്നായിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ. സ്കൂളിൽ വരുമ്പോൾ ചായക്ക് കൊടുക്കാനും ആർക്കാണെങ്കിലും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിഷിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനി കൂട്ടുകാരനെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് പഠിച്ച് എടുത്തിട്ടുള്ള സാധനമാണ് കേട്ടോ. ഒന്ന് ഉണ്ണി അച്ഛനൊന്നും വീട്ടിലില്ല, ഉണ്ണി സ്കൂളിലൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വയ്ക്കാം. എനിക്ക് എരി അധികം കൂടുതൽ വേണമെന്നുകൊണ്ട് ഇത് എനിക്ക് അധികം സെറ്റ് ആവണില്ല. അതില്ലമ്മ എരിയില്ല. സാധാ കഴിക്കാനൊക്കെ ഓക്കെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അമ്മ പറഞ്ഞ പോലെയൊക്കെ ഇഷ്ടമൊക്കെ പെടും. എല്ലാവർക്കും കളിക്കാം. എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് എരിവ് കുറവുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി സാധനമൊക്കെ ഇറക്കുമതിയൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇറക്കുമതി ചെയ്ത സാധനമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉഷാറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.